എൻ്റെ പേര് വീണ. ഞാൻ തേർഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് PWDയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 3 വർഷമായി സർവീസിൽ കയറിയിട്ട് 3 വർഷമാകുന്നു. ഞാൻ ഹോളിമാത അക്കാദമിയിലാണ് PSC കോച്ചിങ് ചെയ്തത്. 2018 ഞാൻ BTech പാസ് ഔട്ട് ആവുന്നത്. BTech 2018 പാസ് ഔട്ട് ആയി. പിന്നെ ഒരു 6 മാസം പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഫ്രണ്ട്സ് വഴിയാണ് ഞാനിങ്ങനെ സിവിൽ PSC എക്സാംസ് നടത്തുന്നുണ്ടെന്നും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നും അറിയുന്നത്. ആലുവ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് ചെന്നത്. എന്തായാലും സാറ് ക്ലാസ്സിൽ കയറിയിരുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ദെൻ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, നിങ്ങളെന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും ജോലി ഉറപ്പാണ്, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മളതൊരു വെറുമ്പാക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് അത് സത്യമായിട്ട് തന്നെ വന്നു. നമുക്ക് നന്നായിട്ട് തന്നെ ഇപ്പോൾ BTech ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു എക്സാം പാസ്സാവണം എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ BSc ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ ബേസിക്സും എല്ലാം മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചത്. ഹോളിമാതയിൽ വന്നേ പിന്നെയാണ്. സാറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ്, പിന്നെ വീക്കിലി നടത്തുന്ന എക്സാംസ്, അതൊക്കെ ഒറ്റ രൂപ പോലും വാങ്ങിക്കാൻ അത്രയും PDF നമുക്ക് പ്രിൻ്റ് എടുത്ത് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് A4 പേപ്പറിൽ പ്രിൻ്റ് എടുത്താണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസും വർക്ക് ഔട്ട് ചെയ്തു. പിന്നെ രാവിലെ തുടങ്ങി ഉച്ച വരെ നമുക്ക് ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കമ്പൈൻ സ്റ്റഡി ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഒരു 5-8 പേരടങ്ങുന്ന ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പായിരുന്നു. അതിൽ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഷെയർ ചെയ്ത് പഠിക്കാനും കയ്യിലുള്ള നോട്ട്സുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒത്തിരി യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടായിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസുകളും അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരുടെയും ഡിസ്കഷൻസ് വരുമ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ ഒരു മോർണിംഗ് ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴാണ് എക്സാമിന് ഒരു മാസം ഒക്കെ മുന്നേ മോർണിംഗ് ക്ലാസ്സുകൾ നടത്താറുണ്ടായിരുന്നു. അതിലാണ് സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. സാറിൻ്റെ ക്ലാസ്സുകൾ ശരിക്കും ഒരു മാജിക് പോലെയാണ്. ഒരു മണിക്കൂർ കൊണ്ട് സാർ അത് ആ ഒരു സബ്ജക്റ്റിനെ ഫുള്ളായിട്ട് നമുക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു സാറിൻ്റെ ക്ലാസ്സുകളിലും. അത്രയും നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്ന സമയത്ത് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചേട്ടനൊക്കെ ചോദിച്ചാൽ നീ PSC എന്തിനാ പഠിക്കാൻ പോകുന്നത്, പ്രൈവറ്റായിട്ട് വല്ല ജോലിക്കും പോയിക്കൂടെ, വല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വേറെ വല്ലയിടത്തും ജോലിക്ക് കയറാൻ നോക്ക്, PSC ഒക്കെ നോക്കിയിരുന്ന നിനക്കൊന്നും കിട്ടത്തില്ല, നീയൊക്കെ ഇത്ര ദൂരെയൊക്കെ പോകും, എവിടെ ദൂരത്തൊക്കെ കിട്ടണമെങ്കിൽ നീ പോവും, നിനക്ക് കിട്ടില്ല, എത്ര ആൾക്കാർ തന്നെ എഴുതുന്നു PSC ഒക്കെ, എന്നിട്ട് വല്ലവർക്കും കിട്ടുന്നുണ്ടോ, ആകെ കുറച്ച് പേർക്കല്ലേ കിട്ടുള്ളൂ, നിനക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് അത്രയും എന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പം അവർക്ക് ചേട്ടനൊക്കെ ശരിക്കും അതിശയമായിരുന്നു. ഞാൻ ഇങ്ങനെ ലിസ്റ്റിൽ കയറി ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അതൊരു നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയൊരു ആൻസറായിരുന്നു അത്. അങ്ങനെ ഒരു വർഷം എക്സാം BTech കഴിഞ്ഞ് ഇങ്ങനെ നമ്മളൊരു വർഷത്തോളം ഇങ്ങനെ പഠിക്കാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോലിയൊന്നും ആയിട്ടില്ലേന്നല്ല നാട്ടുകാരുടെ ഒക്കെ ചോദ്യം ഒക്കെ നമ്മളത് കണ്ടില്ല എന്ന് തന്നെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി വരുന്ന കുട്ടികളോടും അത് തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ച് എക്സാംസിൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ ലെവൽസൊക്കെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് PSCയുടെ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.